സജിത് മാഷ് ആരംഭിക്കാം. സദ്ഗുരേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യവിദ്യതയെ നമസ്കരിച്ചുകൊണ്ട്, ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, ശാന്തിഗിരി ആശ്രമം ഹരിപ്പാട് ബ്രാഞ്ച് ഹെഡ് സമാദരണീയ സ്വാമി മധുരനാഥൻ ജ്ഞാന തപസ്വി, ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ബ്രാഞ്ച് ഇൻചാർജ് ആദരണീയ സ്വാമി മംഗളാനന്ദൻ ജ്ഞാന തപസ്വി, ശാന്തിഗിരി ആശ്രമം ഗുരുധർമ്മ പ്രകാശ സഭയിലെ സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണികൾ, ഗുരുപരമ്പരയിലെ ഈ സത്സംഗത്തിൽ പങ്കുകൊള്ളുന്ന പ്രിയ ആത്മബന്ധുക്കളെ, ബഹുമാന്യരെ, നമ്മുടെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ 98-ാം ജന്മദിനം നവപൂജിതം 98 ആഘോഷിക്കുന്ന ഈ വേളയിൽ ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 41 ദിവസത്തെ പ്രചാരണ പരിപാടിയുടെ 38-ാം ദിവസമായ ഇന്ന് ഈ സത്സംഗം സംഘടിപ്പിക്കുന്നത് കൊട്ടാരക്കര, ഹരിപ്പാട് എന്നീ ഏരിയകൾ സംയുക്തമായിട്ടാണ്. ഈ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവർക്കും എൻ്റെ സാദര പ്രണാമം. ഇന്നത്തെ ഈ സത്സംഗം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ബ്രാഞ്ച് ഇൻചാർജ് ആദരണീയ സ്വാമി മംഗളാനന്ദ ജ്ഞാന തപസ്വിയെ ഗുരുനാമത്തിൽ ആദരവോടെ ക്ഷണിക്കുന്നു. സ്വാമി. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണി നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിൻ്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോടെ വീഴ്ച പ്രാർത്ഥിക്കുന്നു. ഗുരുവന്ദനം ആലപിക്കുന്നതിനായി കുമാരി മുക്ത സുരേഷിനെ ക്ഷണിക്കുന്നു. വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകെയും നിറയുന്നൊരാ കരുണയാം പൊരുളിങ്ങു ഞങ്ങളിലേകണേ കരുണാമയ.
ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം. ഗുരുവാണി വായിക്കുന്നതിനായി ഭക്തജത്തിനെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. ചിലർ അവരുടെ ആശയത്തിനൊത്ത് ചിലത് ചെയ്യട്ടെ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. ചെയ്യാമെങ്കിൽ ചെയ്യൂ എന്ന് പറയും. ഗുരു അത്രയേ ചിന്തിക്കാവൂ. അതിന് ഇന്ന അപാകതയുണ്ടെന്ന് അവർ തന്നെ കണ്ടു പറയണം. അവർക്ക് ദൈവം ബുദ്ധി കൊടുത്തിരിക്കുകയാണ്. കുറെ അവർ ചിന്തിക്കണം. അവർ സ്വയം അതിനെ തിരുത്താറാക്കണം. അതിനാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. വാക്കനുസരിക്കുകയാണെന്ന് പറഞ്ഞ് കയ്യും കെട്ടി ഇരുന്നാൽ മതിയോ? നീ പോയി കിളയ്ക്ക് എന്നൊരാളോട് പറഞ്ഞ് ഇന്ന് കളിയിൽ പോയി കിളയ്ക്കണം എന്ന് പറയും. അതവൻ തന്നെ ചെയ്ത് പരിചയപ്പെടണം. അതുപോലെ ഓരോ തൊഴിലും നോക്കൂ. ഇപ്പോൾ വൈദ്യം പഠിക്കുകയാണെന്നിരിക്കട്ടെ, ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും. പിന്നെ അവന്റെ യുക്തിയിൽ തന്നെ അത് ചെയ്യണം. നെയ്ത്തു തന്നെ നോക്കൂ. ഓരോന്നും അവനവൻ തന്നെ പോരായ്മ തീർക്കണം. അതുപോലെ പാചകം അവൻ തന്നെ സ്വന്തമായി മറ്റൊരു കറി വെക്കാൻ ശീലിക്കും. ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് പരിചയിക്കുന്നതാണ്. അതുപോലെ നമ്മളൊന്ന് പുതിയതായിട്ട് എടുക്കുമ്പോൾ നമ്മുടേതായ കർമ്മം വരണം. കർമ്മം, യോഗം, ജ്ഞാനം, ഭക്തി, ഇത് നാലിനെയും കൊണ്ട് എടുത്തിരിക്കുന്ന കർമ്മഗതിയെ സ്ഥൂലത്തിൽ, സൂക്ഷ്മത്തിൽ, കാരണത്തിൽ, കാര്യത്തിൽ ഈ നാലിലും ഒതുങ്ങി നിൽക്കുന്നതെവിടെയാണെന്ന് കാണണം. പൈശാചക മണ്ഡലത്തിലും ഇത് നിൽപ്പുണ്ട്. സന്യാസി ഉത്തമമായ സ്ഥലത്ത് മാത്രമേ സഞ്ചരിക്കൂ, നാറ്റമില്ലാത്ത സ്ഥലത്തെ കിടക്കൂ എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഇതൊന്നും കിട്ടുകയില്ല. അവധൂത വൃത്തിയിൽ ഇരിക്കുമ്പോൾ സന്യാസിമാർ ഇങ്ങനെ അലഞ്ഞു സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്നിടത്ത് കിടന്നുറങ്ങും. ചിലപ്പോൾ ശ്മശാനത്തിലായിരിക്കും, ചിലപ്പോൾ ഓടയിലായിരിക്കും, കടത്തിണ്ണയിലോ കടൽക്കരയിലോ മലച്ചുവട്ടിലോ ആയിരിക്കും. ചിലപ്പോൾ ഓരോ ക്ഷേത്രങ്ങളായിരിക്കും. അവിടെ കിടന്ന് അവന്റെ കർമ്മം അവൻ ഏൽക്കുകയാണ്. ഇങ്ങനെയുള്ള കർമ്മഗതി പൂർത്തിയാക്കിക്കൊണ്ടാണ് അവർ യോഗിയായി തിരിച്ചു വന്നത്. സദ്ഗുരുവേ ശരണം. ഈ സത്സംഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കുമാരി ആർ ഭാഗ്യലക്ഷ്മിയെ ക്ഷണിക്കുന്നു. സദ്ഗുരേ ശരണം. പരമകാരുണ്യവാനായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും അഭിവന്ദ്യ ശിഷ്യപൂജിതയെ സ്മരിച്ചുകൊണ്ടും ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസി, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസി ഉൾപ്പെടെയുള്ള എല്ലാ സന്യാസിനിമാരെയും ബ്രഹ്മചാരിണിമാർ, മറ്റ് ആത്മബന്ധുക്കളെ സാദര പ്രണാമം. നമ്മുടെ എല്ലാമായ ഗുരുവിന്റെ 98ാമത് നവപൂജിതം സെപ്റ്റംബർ 8-ാം തീയതി ലോകമെമ്പാടും ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന സത്സംഗം നടത്തി വരികയാണ്. 32ാം ദിവസമായ ഇന്ന് ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര, ഹരിപ്പാട് ഏരിയകൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാൻ ഇനിയും എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസി, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്ന ജ്ഞാനതപസി ഉൾപ്പെടെയുള്ള എല്ലാ സന്യാസിനിമാർ, ബ്രഹ്മചാരിണിമാരെയും ഗുരുനാമത്തിൽ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഗുരുവിന്റെ സ്നേഹമെന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്ന ആദരണീയ സ്വാമി മധുരനാഥ ജ്ഞാനതപസ്വിയെയും ഇന്ന് പ്രാർത്ഥന നടത്തിയ ആദരണീയ സ്വാമി മംഗളനാഥ ജ്ഞാനതപസ്വിയെയും ഈ സത്സംഗത്തിലേക്ക് ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രഭാഷണം നടത്തുന്ന ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ ജെ ആറിനെയും ഈ സത്സംഗത്തിൽ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്ന ശ്രീ ജയപ്രകാശ് എ, ശ്രീ സന്തോഷ് ബാബു കെ വി, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഡോക്ടർ എസ് ശ്രീകുമാരി സെൻ എന്നിവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ ഗുരുവന്ദനം ആലപിച്ച കുമാരി മുക്ത സുരേഷ്, ഗുരുവാണി വായിച്ച ഭക്തജിത്തിനെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള ഗുരുഭക്തർക്ക് ശാന്തിഗിരി ആശ്രമം, കൊട്ടാരക്കര, ഹരിപ്പാട് ഏരിയകളുടെ പേരിൽ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ശാന്തിഗിരി ആശ്രമം ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ശ്രീ ഡോക്ടർ കിരൺ ജി ആർ ആണ് ഈ സത്സംഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത്. അതിലേക്കായി അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, സമാദരണീയ സ്വാമി മധുരാനാഥൻ ജ്ഞാന തപസ്വി, ആദരണീയ സ്വാമി മംഗളാനന്ദൻ ജ്ഞാന തപസ്വി, ബ്രഹ്മചാരിണിമാർ, ശ്രീ ജയപ്രകാശ് എ, ശ്രീ സന്തോഷ് ബാബു കെ വി, ശ്രീ സജിത് കുമാർ ജി, ഡോക്ടർ എസ് ശ്രീകുമാരി സെൻ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, കുമാരി ഭാഗ്യലക്ഷ്മി, കുമാരി മുക്ത സുരേഷ്, ശ്രീ ഭക്തജിത്ത് ഉൾപ്പെടെയുള്ള പ്രിയ ആത്മബന്ധുക്കളെ സാദര പ്രണാമം. ഇന്നത്തെ സത്സംഗം കോർഡിനേറ്റ് ചെയ്യുന്നത് കൊട്ടാരക്കരയും ഹരിപ്പാട് ഏരിയയും ഒരുമിച്ച് സംയുക്തമായാണ്. ഹരിപ്പാട് ഏരിയയിൽ നിന്നും ആദ്യമായി ആശ്രമത്തിലെത്തുന്നത് കരുവാറ്റയിലുള്ള ശ്രീ കെ പി വൈദ്യരാണ്. 1968 കാലഘട്ടത്തിലാണ് അദ്ദേഹം ആശ്രമത്തിലെത്തുന്നത്. തന്റെ ഭാര്യയ്ക്കുണ്ടായ ഗുരുതരമായ ഒരു രോഗത്തിന് പരിഹാരം തേടിയാണ് അദ്ദേഹം ഗുരുവിനെ കാണാൻ എത്തിയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ശ്രീ കെ പി വൈദ്യർ ഗുരുവിന്റെ സ്നേഹത്തിലും ശാന്തിഗിരിയുടെ ആശയത്തിലും ആകൃഷ്ടനായി ക്രമേണ ആശ്രമത്തിലെ നിത്യ സന്ദർശകനായി മാറി. 1970-80 കാലഘട്ടങ്ങളിൽ പലതവണ ഗുരു കരുവാറ്റയിലുള്ള ഇദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിക്കുകയും ദിവസങ്ങളോളം അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. 1983 ഓഗസ്റ്റ് 18 ചന്ദ്രൂർ ജന്മഗൃഹത്തിൽ രോഗബാധിതയായ തന്റെ മാതാവിനെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിലും ഗുരു ഈ ഭവനത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഒരിക്കൽ കല്ലാർ കുമിളി ഭാഗത്തേക്ക് ഗുരു ഒരു യാത്ര പോയ സന്ദർഭത്തിൽ യാത്രാമധ്യേ ഗുരു പെട്ടെന്ന് ശ്രീ വൈദ്യരുടെ കരുവാറ്റയിലുള്ള ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൂടെ പോയ ആർക്കും തന്നെ ഗുരു എന്തുകൊണ്ടാണ് പെട്ടെന്ന് യാത്രയുടെ ഗതി മാറ്റിയതെന്ന് മനസ്സിലായില്ല. കരുവാറ്റയിൽ ശ്രീ വൈദ്യരുടെ ഭവനത്തിൽ എത്തിച്ചേർന്ന ഗുരു അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ ശ്രീ വൈദ്യർ പ്രാർത്ഥനാ മുറിയിലാണെന്ന് വീട്ടുകാർ അറിയിച്ചു. മുറിയിലെത്തിയപ്പോൾ വൈദ്യർ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നതായാണ് കണ്ടത്. ഗുരു ഉടൻ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ചുറ്റുമുള്ളവരോടായി ഇങ്ങനെ പറയുകയുണ്ടായി: ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വലിയൊരു പുഴ പ്രത്യക്ഷപ്പെട്ടു. ആ പുഴയുടെ അക്കരെ നിന്ന് എന്നെ രണ്ടുപേർ അക്കരയിലേക്ക് ചെല്ലാനായി വിളിക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിന്ന് ഞാൻ ബോധം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായ സമയത്താണ് ഗുരു ഇവിടെ എത്തിച്ചേർന്നത്. ആ സമയത്ത് ഗുരു എത്തിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അപകടം വരുമായിരുന്നു. അന്ന് ഗുരുവിനോടൊപ്പം യാത്ര ചെയ്തവർക്ക് അപ്പോഴാണ് ഗുരു പെട്ടെന്ന് തിരിച്ചു വന്നതിന്റെ കാര്യം മനസ്സിലായത്.
അദ്ദേഹത്തിനെ കൊണ്ട് കല്ലാർ ആശ്രമത്തിന്റെ പണി കഴിഞ്ഞ ഉടനെ ഗുരു വിളക്കും ഫോട്ടോയും വെപ്പിച്ച്, അതും ഗുരുവിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു ഏടാണ്. ഹരിപ്പാട് ഭാഗത്ത് നിന്നും 1970 കാലഘട്ടത്തിലാണ് ശ്രീ എം ചിദംബരം സാറും കുടുംബവും ആദ്യമായി ആശ്രമത്തിലെത്തുന്നത്. ശ്രീ KP വൈദ്യരുടെ കരുവാറ്റയിലുള്ള വീട്ടിൽ വെച്ചാണ് അദ്ദേഹം ഗുരുവിനെ കാണുന്നത്. ഒരുപാട് വെച്ച ആരാധനയുള്ള വീടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഗുരു ആദ്യമായി ഗുരുപൂജ ചെയ്ത കുടുംബം ഇവരുടേതാണ്. 1982 കാലഘട്ടത്തിലാണ് ഹരിപ്പാട് സ്വദേശിയായ ശ്രീ ശ്യാംകുമാർ ആശ്രമത്തിലെത്തിയത്. തുടർന്ന് അദ്ദേഹവും കുടുംബവും തികഞ്ഞ ഗുരുഭക്തരായി. അങ്ങനെയിരിക്കെ 1985 മാർച്ച് 25 മുതൽ ഏപ്രിൽ 3 വരെ ഗുരു നീല ബസ്സിൽ 10 ദിവസത്തെ തീർത്ഥയാത്രയ്ക്ക് പോയ സന്ദർഭത്തിൽ ശ്രീ ശ്യാംകുമാറിനും യാത്രയിൽ ഒപ്പം പോകാൻ അനുവാദം കിട്ടി. എറണാകുളം ബത്തേരി ആശ്രമം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലെല്ലാം പോയി ഗുരു തിരിച്ചു വരുമ്പോൾ ഹരിപ്പാട് ശ്രീ ശ്യാംകുമാറിന്റെ വീട്ടിൽ ഗുരു സന്ദർശിച്ചു. ഗുരു വളരെ സന്തോഷത്തോടെ ആ പറമ്പ് മൊത്തം നിന്ന് നോക്കി. പിന്നീട് ഈ വീട്ടിൽ പല പ്രാവശ്യം ഗുരു പോയിട്ടുണ്ട്. 1991 ഗുരു അവസാനമായി വീട്ടിൽ വന്നത്. ആ അവസരത്തിൽ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഹരിപ്പാട്ടുള്ള വീടും സ്ഥലവും വിറ്റിട്ട് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുവാൻ ഗുരു ഈ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഗുരു വന്ന വീടും സ്ഥലവും ആയതുകൊണ്ട് അത് വിൽക്കുന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിലും ഗുരുവാക്കനുസരിച്ച് അതിന്റെ വിൽപ്പനയ്ക്കായി ഒരുപാട് ശ്രമിച്ചു. പക്ഷെ വിൽപ്പന നടക്കാതെ വന്നപ്പോൾ വീട്ടുകാർ ഗുരുവിനെ അറിയിച്ചു. ശിഷ്യപൂജിതയെ കൊണ്ട് തടസ്സം എന്താണെന്ന് ഗുരു നോക്കിച്ചു. ഗുരുവിന്റെ ജീവിതം പൂർത്തീകരിച്ചിട്ടുള്ള സ്ഥലമാണെന്നും ആ നിലയിലുള്ളവർക്ക് മാത്രമേ അത് വാങ്ങാൻ കഴിയൂ എന്നും ശിഷ്യപൂജിത പറഞ്ഞു. അതിനുശേഷം ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു. ആ വീടും സ്ഥലവും ഗുരുവിനുള്ളതാണ് എന്ന് എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ച് ശിഷ്യപൂജിതയെ അറിയിച്ചു. 2007 ഈ വീട് ഗുരുവിന് സമർപ്പിക്കാൻ ഗുരുവിൽ നിന്ന് അറിയിപ്പ് പ്രകാരം ആ പ്രമാണം പർണശാലയിൽ ഗുരുവിന്റെ പീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. 2014 ഫെബ്രുവരി 9 ഹരിപ്പാട് ആശ്രമത്തിന് ശിഷ്യപൂജിത ശിലാസ്ഥാപനം നടത്തി. ഗുരു കിടന്ന മുറിയിൽ ഓങ്കാരം പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങി. അന്ന് ശിഷ്യപൂജിത പരമ്പരയോട് ഇങ്ങനെ പറയുകയുണ്ടായി: ഒരിക്കൽ ഗുരു ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പൂജാമുറിയായിരുന്നിടത്ത് ഒരു കട്ടിലിൽ ഗുരു കിടക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് മോൾ ആ മുറിയിൽ പോയിരിക്കെ, എന്നിട്ട് എന്താണെന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ കാണുന്നത് ഈ പ്രദേശം ഒരു വലിയ ഋഷി സങ്കേതമായിരുന്നു. ആ നിലയിൽ നടക്കുന്ന അനവധി ആളുകളെയാണ് ഞാൻ കാണുന്നത്. ആ കാണുന്ന ആളുകളുടെ കൂടെ അനവധി ഋഷീശ്വരന്മാർ അനവധി അവസ്ഥകൾ കടന്നു പോകുന്നു. ഒരു അവസ്ഥ കടന്ന് രണ്ടവസ്ഥ കടന്ന് അങ്ങനെ അവസ്ഥാന്തരങ്ങൾ അനുസരിച്ച് സംഗമ ശ്രേണിയിൽ പോയി നിൽക്കുന്ന അനവധി രംഗങ്ങൾ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന അനവധി രൂപങ്ങളും അനവധി രൂപാന്തരങ്ങളുമായി കാണുന്നു. ഈ കാണുന്ന കൂട്ടത്തിൽ 5ാമത്തെ അവസ്ഥ കടന്നു നിൽക്കുന്ന 3 സന്യാസിമാരെയും കണ്ടു. അതിലൊരു വെള്ള പ്രകാശത്തിലും ഒരു ചുവന്ന പ്രകാശത്തിലും ഒരു മഞ്ഞ പ്രകാശത്തിലും ഒരു മഞ്ഞയും വെള്ളയും കലർന്ന പ്രകാശത്തിലും നിന്നുകൊണ്ട് എനിക്ക് നേരെ കൈ നീട്ടുന്നതായി ഞാൻ കാണുകയാണ്. കുറച്ചു നേരം കൈ നീട്ടിയ ശേഷം എന്താണ് ഇങ്ങനെ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ വമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കണ്ണുനീർ അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ആയിട്ടും മാറി. പിന്നീട് അത് ചുവന്ന കളറുള്ള പ്രകാശമായിട്ട് മാറിത്തീരുകയാണ്. ആ പ്രകാശം ഈ ഭൂമിയിലും ഈ പ്രദേശത്തും ഇവിടെ നിന്നും പല സ്ഥലത്തേക്കുമായി വ്യാപിച്ചു. പിന്നെ അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ട് ഒരു ഇല പോലെയായി. ആ ഇല ഓരോ ഇലകളായി പുതുരൂപങ്ങളായി. ആ രൂപങ്ങൾ പിന്നെ കടലായി മാറുകയാണ്. ആ കടലിൽ ഈ സന്യാസിമാരുടെ രൂപം കടലിൽ കിടന്നു മറിയുന്നതായി ഞാൻ കണ്ടു. കാരണം അത് ജ്ഞാനത്തിന്റെ തിളക്കമാണ്. എല്ലാ സാഗരങ്ങളുടെയും തിളക്കമാർന്ന സന്യാസത്തിന്റെ വെളിച്ചമായി മാറുന്ന ഒരു വലിയ അനുഭൂതിയാണ് അന്ന് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഇത് ഈ വിധം അറിയപ്പെടുന്ന ഒരു അനുഭവ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് നാം ചിന്തിക്കണം. ആ അനുഭവം എങ്ങനെ ആയിരിക്കണം, എന്തുപോലെ ആയിരിക്കണം, എന്തായിരിക്കണം എന്ന് ഗുരു എന്നെ കൊണ്ട് നോക്കിച്ചു. ആ നോക്കിച്ച ഭാഗത്ത് ത്രിമൂർത്തികൾക്കും താല്പര്യം വരും. ആ അവസ്ഥയിൽ എന്തെങ്കിലും കർമ്മം ഇവിടെ നമ്മുടേതായിട്ട് വരും എന്ന് എനിക്ക് അനുഭവമായിട്ട് വന്നു. ആ അനുഭവം ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ സങ്കല്പിക്കുക, അതിനുവേണ്ടി ഒന്നുകൂടി പോയിരുന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഋഷീശ്വരന്മാർ പിന്നെയും ഗുരുവിനോട് യാചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ പ്രാർത്ഥിക്കുകയും പിന്നെ ഈ പ്രാർത്ഥന ലോകത്തിന്റെ പല ഭാഗത്തേക്കും പടരുന്ന രീതിയിലാണ്
ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാഴ്ച അരമണിക്കൂറോളം ഈ ഭൂഗോളം തന്നെ മറിയുന്നതായി കാണുന്നു. ആ കാഴ്ചയിൽ ഈ സ്ഥലം എന്നല്ല, ഈ സ്ഥലത്തിന്റെ പലവിധ ഭാഗങ്ങളും കാണുന്നു. അതിൽ നിന്നും ആശയത്തിന്റെ വലിപ്പം കാണുന്നു. ഈ കാഴ്ചകൾ ഗുരുവിനെ അറിയിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇന്ന് നീ ഇത് ചെയ്തെടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ചെയ്തെടുക്കുവാൻ ആള് വരുമ്പോൾ ഇത് ചെയ്തെടുക്കേണ്ടി വരും. അന്ന് നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ചെയ്തെടുത്ത് പ്രയത്നിച്ച് ഫലിപ്പിച്ചെടുക്കണം. അന്ന് ഈ വാക്കുകൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. എങ്കിലും ദൃഢമായി ഗുരുവിന്റെ വാക്കിലും കാഴ്ചയിലും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഗുരു എന്താണോ ആഗ്രഹിക്കുന്നത് അതിവിടെ നടക്കും, നടന്നേ മതിയാവൂ എന്നൊരു ചിന്തയും അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ നല്ല പ്രവർത്തന രംഗം ഉണ്ടായി തീരണമെന്ന് ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഗുരുവിന്റെ അടുത്തെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, ശരിയാണ്, ത്രിമൂർത്തികൾക്കും അപ്പുറത്ത് വരുന്ന ഒരു സ്വഭാവത്തിൽ ഇതിന്റെ ആത്മീയ കേന്ദ്രത്തിന് മറ്റൊരു വശം വരും. ശിശുപൂജിത പറഞ്ഞു. 2022 ഡിസംബർ 7 പൗർണമിക്ക് ഹരിപ്പാട് പ്രാർത്ഥനാലയം ഗുരുവിനെ സമർപ്പിച്ചു. സർവാദരണീയരായ ചൈതന്യസ്വാമിയും ഗുരുരത്നസ്വാമിയും നവഗ്രഹസ്വാമിയും പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുത്തു. സർവാദരണീയ ജന്നി പ്രതിഭാജ്ഞാന തപസ്വിനിയുടെ സ്വദേശം ഹരിപ്പാടാണ്. ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ബ്രാഞ്ച്. ഗുരുവിന്റെ ജന്മാന്തര പുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയെന്ന സ്ഥലങ്ങളാണ് പിന്നീട് ആശ്രമത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി പരിണമിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര ശാന്തിഗിരി ആശ്രമവും അങ്ങനെ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പള്ളിക്കൽ ദേശത്ത് കുറ്റിക്കുന്നിൽ ഭവനത്തിൽ യശശരീരനായ കുട്ടൻപിള്ളയും വിജയമ്മയും അവരുടെ മക്കളും 1982 കാലഘട്ടത്തിലാണ് ആദ്യമായി ആശ്രമത്തിലെത്തുന്നത്. പിന്നീട് ഇവരുടെ കുടുംബം തികഞ്ഞ ഗുരുവിശ്വാസികളായി. 1993 കൊട്ടാരക്കരയുള്ള ഈ കുടുംബ വീട്ടിലേക്ക് ഗുരു സന്ദർശനം നടത്തി. അതിനു മുമ്പ് ആ കൊച്ചു വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഗുരു പലപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും പുതിയൊരു വീട് നിർമ്മിച്ച ശേഷം ഗുരുവിനെ വിളിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു വീട്ടുകാർ. അവിചാരിതമായാണ് ഗുരു അവിടെ ചെന്നത്. പ്രാർത്ഥനയും സങ്കല്പവും കൊണ്ട് ആ വീടിന്റെ 3 കിലോമീറ്ററോളം ചുറ്റളവിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഗുരു അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യപൂജിതയുടെ ദർശനത്തിൽ യോഗികളും ഭക്തരും ജ്ഞാനികളുമായ അനേകം പുണ്യാത്മാക്കളുടെ താപസ ഭൂമിയായിരുന്നു അവിടെ എന്ന് വെളിപ്പെട്ടു. ഗുരുവിന്റെ ജന്മവും കർമ്മവും സമാധിയും ഇവിടെ ഉള്ളതായി ശിഷ്യപൂജിതയ്ക്ക് കാണാൻ കഴിഞ്ഞു. ഈ കുടുംബത്തിലെ അംഗമായ ശ്രീ ജി സുരേന്ദ്രൻ പിള്ള വി രമണിക്കുട്ടി ദമ്പതികളുടെ മകളാണ് രഞ്ജിനി. ബന്ധുക്കളിൽ നിന്നും ഗുരുവിനെ കുറിച്ച് രഞ്ജിനി കേട്ടിരുന്നു. പൊക്കം കുറഞ്ഞ് കഷണ്ടി തിളങ്ങുന്ന വെള്ളമുണ്ടും 2ാം മുണ്ടും ധരിക്കുന്ന അരുണാഭവമായ പ്രകാശമാനമായ മുഖമുള്ള ഒരു രൂപം. വിവരണത്തിലൂടെ കുട്ടിക്ക് ലഭിച്ച ചിത്രം. ഇത്തരമൊരു രൂപമുള്ള വ്യക്തിയെ പെൺകുട്ടി ദർശന രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ അമ്മയോട് പറഞ്ഞുവെങ്കിലും അവരത് അവഗണിച്ചു. ഒരു ദിവസം മാതാപിതാക്കളോടൊപ്പം കുട്ടി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഗുരുവിനെ കണ്ടപ്പോൾ പെൺകുട്ടി ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. വളരെ കാലമായി കുട്ടി കാണുന്ന രൂപമാണ് ഗുരുവിൻ്റെതെന്ന് കുട്ടി വിളിച്ചു പറഞ്ഞു. 2.5 വയസ്സ് മുതൽ ഗുരുവെ ദർശനത്തിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത് ബാംഗ്ലൂർ സിറ്റിയിൽ വെച്ചായിരുന്നു. അമ്മയോട് അന്ന് രഞ്ജിനി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്നതിനാൽ അമ്മ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. ഗുരുസന്നിധിയിൽ കുട്ടി ഇത് വെളിപ്പെടുത്തിയപ്പോഴാണ് അച്ഛനമ്മമാർക്ക് ഇതേപ്പറ്റി ഒരു അറിവുണ്ടാകുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 1999 ജൂലൈ 16 രഞ്ജിനി ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് ജനനി നിശ്ചിത ജ്ഞാന തപസ്വിനിയായി. 2003 ഡിസംബർ 18 ശിഷ്യപൂജിത നിശ്ചിത ജനനിയുടെ കുടുംബ വീട് സന്ദർശിച്ച സമയത്ത് ആ സ്ഥലത്തിന്റെ ആത്മീയ പ്രാധാന്യം വെളിപ്പെടുത്തുകയുണ്ടായി. ആ സ്ഥലം ഗുരുവിനെ സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു വീട്ടുകാർ. അക്കാര്യം ഗുരുവിനെ അറിയിച്ചപ്പോൾ അതിന് അനുവാദം ലഭിക്കുകയും ജന്നിയുടെ വീട്ടുകാർ ആ സ്ഥലം ഗുരുവിനെ സമർപ്പിക്കുകയും ചെയ്തു. 2014 മാർച്ച് മാസത്തിൽ കുറ്റിക്കാട്ട് കുടുംബം സമർപ്പിച്ച 6 ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ ഗുരുനിർദ്ദേശപ്രകാരം കേവലം 13 ദിവസത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ഇടം മുറയാതെ കർമ്മവും പ്രാർത്ഥനയും സഫലമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ആശ്രമം ഉയർന്നു. 2014 മാർച്ച് 23 ശിഷ്യപൂജിത കൊട്ടാരക്കര ആശ്രമത്തിന് തിരിതെളിയിച്ചു. സമാദരണീയ സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാന തപസ്വി, സമാദരണീയ സ്വാമി ഗുരുനന്ദൻ ജ്ഞാന തപസ്വി, സമാദരണീയ ജന്നി പ്രാർത്ഥനാ ജ്ഞാന തപസ്വിനി, സമാദരണീയ ജന്നി വിനയ ജ്ഞാന തപസ്വിനി എന്നിവർ കൊട്ടാരക്കരയിൽ നിന്നും വന്നവരാണ്. വർഷം 2001. വളരെയധികം യാതനകൾ നിറഞ്ഞ
41 ദിവസത്തെ നിരന്തരമായ അഗ്നിപരീക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് ആ വർഷത്തെ ഫെബ്രുവരി 22-ന് ഗുരുസ്ഥാനീയ പദത്തിലേക്ക് ശിഷ്യപൂജിതയായി ജനനി അമൃതജ്ഞാന തപസ്വിനി അവരോധിക്കപ്പെട്ടത്. ഗുരുവുമായി വ്യതിരേകമില്ലാത്ത ഒരു പ്രകാശഭാവത്തിൽ ആ ശിഷ്യയെ പലർക്കും അനുഭവവേദ്യമായി തുടങ്ങി. ഒരു പ്രാർത്ഥനാ വേളയിൽ സർവാദരണീയ ജനനി നിശ്ചിതജ്ഞാന തപസ്വിനിക്ക് ഒരു ദർശനം ഉണ്ടായി. പ്രകാശ പ്രളയങ്ങളുടെ നിലയ്ക്കാത്ത ഘോഷയാത്ര ആകാശമണ്ഡലങ്ങൾ താണ്ടി ഒന്നൊന്നായി കടന്നു പോകുന്നു. അവിടെ നിന്നും ഉയർന്നു വരുന്ന ഒരു രജത പീഠം ഗുരു കോടി സൂര്യപ്രഭയോടെ പ്രകാശഗോളമായി ജ്വലിച്ചു നിൽക്കുന്നു. ഗുരുവിന്റെ പൂർണ്ണതയെത്തിയ ശിഷ്യ തൃക്കരം ഗ്രഹിച്ച് നവരത്ന ഖചിത ശോഭയിൽ പ്രകാശിക്കുന്ന പീഠത്തിൽ ഗുരുവിനെ ആനയിച്ച് ഉപവിഷ്ടയാക്കുന്നു. ഗുരു ആരാധന സ്വീകരിക്കുന്നു. ഗുരുവിൽ നിന്നും അനേക കോടി പ്രകാശങ്ങൾ പ്രവഹിക്കുന്നു. ആ ഗുരുപ്രകാശം പ്രപഞ്ചത്തെയാകെ ശുദ്ധീകരിക്കുന്നു. ഈ അനുഭവം ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഇത് ഭൗതികതയിൽ ചെയ്ത് സ്ഥാപിക്കണം എന്ന് അറിയിപ്പ് കിട്ടി. ദർശന സാക്ഷാത്കാരം എന്നോണം അത്തരമൊരു രജതപീഠം ഗുരുവിന് സമർപ്പിക്കാൻ സർവാദരണീയ ജനനി നിശ്ചിതജ്ഞാന തപസ്വിനിയുടെ കുടുംബം തയ്യാറായി. സർവാദരണീയ ജനനിയുടെ കുടുംബ വീട്ടിൽ നിന്നും രജതപീഠം വലിയ ഘോഷയാത്രയായി കൊട്ടാരക്കരയുടെ മണ്ണിലൂടെ ഭക്തരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി പൂജിത പീഠം പോത്തൻകോട് ആശ്രമത്തിൽ എത്തിച്ചേർന്നു. 2003 ഫെബ്രുവരി 22-ന് പൂജിത പീഠം ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചു. ഗുരു ഉപവിഷ്ടനായതോടെ രജതപീഠം പൂജിത പീഠമായി മാറി. താൻ കടന്നുപോയ സകല അവസ്ഥാന്തരങ്ങൾ കൂടിയും പൂർണ്ണനായ ഗുരു ശിഷ്യയെ മാർഗനിർദ്ദേശം ചെയ്ത് സ്വകർമ്മത്തിന്റെ അവകാശിയും തുടർച്ചയുമാക്കി മാറ്റി. അതായത് ഗുരു തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം 41 ദിവസം കൊണ്ട് സ്വശിഷ്യയെ അനുഭവിപ്പിച്ച് തന്നോളമാക്കിയ മഹത്തായ കർമ്മം നടന്ന ദിനം തന്നെ പൂജിത പീഠ സമർപ്പണവും നടന്നത് വെറും യാദൃച്ഛികമല്ല. ഗുരുവിന്റെ പൂർണ്ണതയെത്തിയ ശിഷ്യ തൃക്കരം ഗ്രഹിച്ച് നവരത്ന ഖചിത ശോഭയിൽ പ്രകാശിക്കുന്ന പീഠത്തിൽ ഗുരുവിനെ ആനയിച്ച് ഉപവിഷ്ടനാക്കുന്നു. ഗുരു ആരാധന സ്വീകരിക്കുന്നു. അതുല്യമായ മഹാപുണ്യം. ആ പൂർണ്ണ സമർപ്പണം പൂജിത പീഠ സമർപ്പണമായി. ആ സുദിനം അർദ്ധവാർഷിക കുംഭമേളയായും പൂജിത പീഠം സമർപ്പണ സുദിനമായും പരമ്പര ആഘോഷിക്കുവാൻ അനുവാദം തന്നു ഗുരു. മാനവരാശിയോടുള്ള ഗുരുവിന്റെ അതിയായ സ്നേഹവും കാരുണ്യവും, ആ സ്നേഹവും കാരുണ്യവും കരുതലും നമ്മുടെ എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഗുരുവിനോട് താഴ്മയായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഈ സത്സംഗത്തിൽ ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി അനുഭവം പറയുന്നതിന് ശാന്തിഗിരി ആശ്രമം ഹരിപ്പാട് ബ്രാഞ്ച് ഹെഡ് സമാദരണീയ സ്വാമി മധുരനാഥൻ ജ്ഞാനതപസ്വിയെ ഏറെ ആദരവോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ശരണം. പരമകാരുണികനായ ഗുരുവിൻ്റെ വത്സല ശിഷ്യ, അഭിവന്ദ്യ ശിഷ്യപൂജിത, സർവാദരണീയ പ്രസിഡന്റ്, സർവാദരണീയ ജനറൽ സെക്രട്ടറി, ആദരണീയരും സർവാദരണീയരുമായ സന്യാസിനിമാർ, ഈ പരമ്പരയുടെ എല്ലാമെല്ലാമായ പ്രിയ ആത്മബന്ധുക്കളെ, സാദര പ്രണാമങ്ങൾ. ഞാനൊരു 85-86 കാലഘട്ടത്തിലാണ് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിനെക്കുറിച്ച് അറിയുന്നതും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുന്നതും. അതിൻ്റെ ഒരു ബന്ധുവിൽ നിന്നാണ്. ആ കാലം മുതൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ പൗർണമി എന്ന് പറയുന്നത് പല വീടുകളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വീടുകളിലെ പൗർണമി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരുടേതായ കുറേ കാര്യങ്ങളായിരുന്നു. ഒരു 92-93 കാലഘട്ടത്തിലായപ്പോൾ 10 ദിവസത്തെ കർമ്മം എന്ന ഒരു കാര്യത്തിനായി ജന്മദിനത്തിനോടനുബന്ധിച്ച് ഞാൻ ആശ്രമത്തിലെത്തുക. പക്ഷേ ആ 10 ദിവസത്തെ കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരു കാര്യത്തിനായി ഗുരുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഗുരു പറഞ്ഞു, അവരെല്ലാം ഒരു
ആഘോഷത്തിനായി ഇവരെ വന്നവരാണ്. അവർ പോട്ടെ, നീ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഞാൻ ശിരസാവഹിച്ചു. പിന്നെ പലപ്പോഴായി ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോഴും ഗുരു പറഞ്ഞു പിന്നെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് ഗുരു പറഞ്ഞത് നീ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാൻ. പക്ഷേ പിന്നെ വീട്ടിൽ പോയി എനിക്കവിടെ കൂടുതൽ നാൾ നിൽക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് ഞാൻ തിരിച്ചു എത്തി. ഇവിടെ വന്ന് സാധാരണ ആശ്രമത്തിൽ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഗുരുവിൻ്റെ അടുത്ത് കയറുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. പലപ്പോഴും ഗുരുവിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന പുളിമാത്തുമാമനും മത്തായിച്ചേട്ടനുമാണ്. അവരുടെയൊക്കെ ആ അനുവാദത്തോടു കൂടി അവർക്ക് ഇതുള്ളത് കൊണ്ട് മാത്രമേ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അന്ന് എന്തോ വന്ന വഴിക്ക് ഗുരുവിൻ്റെ അടുത്ത് കയറാൻ അനുവാദം കിട്ടി. എനിക്ക് കയറാൻ സാധിക്കുകയും ഗുരുവിൻ്റെ അടുത്ത് എത്തുകയും സാധിച്ചു. ഞങ്ങൾ കുറച്ച് പേർ ആശ്രമത്തിലെത്തുന്നു. കർമ്മത്തിൻ്റെ ഒക്കെ ശേഷം, ജന്മദിനത്തിന് ശേഷം ഗുരുവിനോട് പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അവരെല്ലാം ആഘോഷങ്ങൾക്കായിട്ട് വന്നവരല്ലേ, നീ അവിടെ നിൽക്ക്, ഇത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു. ആ യാത്ര ഇന്ന് ഇവിടം വരെ തുടരുന്നു. ഇതിനിടയ്ക്ക് സംഭവിച്ചതെല്ലാം എൻ്റെ ചിന്തകൾക്കും എൻ്റെ പ്രവൃത്തികൾക്കും അപ്പുറമാണ്. എന്താണ് നടക്കുന്നതെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ സഹോദരിയുടെ വിവാഹം നടന്നു. അത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലത്തായിരുന്നു. കാര്യം, ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് 2 പേർ എന്നെ തിരക്കി വരുന്നു. മനോജ് ഭാസ്കർ ആരെന്ന് തിരക്കുന്നു. അപ്പോൾ അകത്ത് നിന്നവർ പറയുന്നു, എന്നെ കാണിച്ചു കൊടുക്കുന്നു. അവർ എൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, മനോജിൻ്റെ സഹോദരിനെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. സ്വാഭാവികമായും എനിക്കൊരു ഞെട്ടലുണ്ടായ കാര്യം, ഇത്രയും ആൾക്കാർ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് നിന്ന് കൂടുതൽ നാൾ അത്രയും വലിയ ഇതൊന്നുമില്ലാത്തവർ എന്നെ എങ്ങനെ ഗുരു പറഞ്ഞ് ഒരു പേരെടുത്ത് പറഞ്ഞു എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ അതിനും അപ്പുറം ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെങ്ങനെ നടക്കുമെന്നൊരു ചിന്തയും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേർത്തലയിലെയാണ്, പോയി കണ്ടിട്ട് വന്നോളൂ. കാര്യം ഇത് നടക്കുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സമയമാണ്. കാര്യം ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ലായിരുന്നു. അവർ ചേർത്തലയിൽ പോയി കണ്ടു, തിരിച്ചു വന്നു, ഗുരുവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് യാതൊരു വിധ ഇൻട്രസ്റ്റും അങ്ങനെ എടുത്തില്ല. കാര്യം ഇതെന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 4 ദിവസം കഴിഞ്ഞ് ഗുരു എന്നെ അകത്ത് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സഹോദരിക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്, ആ കല്യാണം നീ നടത്തണമെന്ന് പറഞ്ഞു. ഗുരുവിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയത്തില്ല, അതിനുള്ള ശേഷി എനിക്കില്ല, എന്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, അതൊക്കെ നടക്കും, നീ നിൻ്റെ വീട്ടിൽ പോയി എല്ലാവരുടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരണം. ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഇത് നടക്കത്തില്ല, അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, നീ പോയിട്ട് വാ. അങ്ങനെ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. പക്ഷേ വീട്ടിൽ പറഞ്ഞു വിട്ട സമയത്ത് തന്നെ അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ഗുരു ഇവിടെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കാത്ത സമയത്താണ് ഇതെല്ലാം നടന്നത്. ചിന്തിക്കാത്ത രീതിയിൽ എൻ്റെ നാട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ആ ഒരു കല്യാണം, കാര്യം എൻ്റെ ബന്ധുക്കൾക്ക് ഈ ആശ്രമം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഗുരു നടത്തി തന്നു. അതിനുശേഷം പല പല സംഭവങ്ങൾ, അനേകം അപകടങ്ങൾ, ജീവൻ പോകുന്ന രീതിയിലുള്ള അനേകം കാര്യങ്ങൾ വരെയും എൻ്റെ ജീവിതത്തിലുണ്ടായി. മരണത്തിൽ നിന്നും പലപ്പോഴും ആ കൈത്താങ്ങായി എനിക്ക് നിന്ന് എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം എത്തിച്ച് ഒരു സന്യാസത്തിൻ്റെ പാതയിൽ കൊണ്ടുവന്ന് ഈ പരമ്പരയുടെ ഒരു ഭാഗമാക്കി ഇവിടെ വരെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇതിനെന്താണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് ഇതിനെ ഇത് ചെയ്യേണ്ടതെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്കാകെ അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണം, ഈ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട്, എൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണം. കാര്യം,
നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരം നാളെ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും ഒപ്പം നിൽക്കുന്ന സമയത്ത് ഈ നാടിനും ഈ പരമ്പരയ്ക്കും എൻ്റെ ഗുരുവിനും വേണ്ടിയിട്ട്, വീടിനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് ഗുരുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആ കടപ്പാടെന്ന് പറയുന്നത്. അതിനപ്പുറം ഈ ലോകത്തൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇങ്ങനെയൊരു സത്സംഗം, പലപ്പോഴും സത്സംഗങ്ങൾ ഇവിടെ ഉണ്ടാകുമെങ്കിലും ഈ ലോകം മൊത്തം ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു സത്സംഗമായി ആദ്യമായിട്ടാണ് ഈ ആത്മവിദ്യാലയം അത് ചെയ്യുന്നത്. ഈ കർമ്മത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ അനേകം രാജ്യങ്ങളും ചേർന്ന് നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്വൈശ്വരൻ. അടുത്തതായി ഗുരുവിൻ്റെ സ്നേഹം എന്ന വിഷയത്തിൽ അനുഭവം പങ്കുവയ്ക്കുന്നതിനായി ശ്രീ ജയപ്രകാശിനെ ഏറെ സ്നേഹത്തോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. കിരൺ, മൈക്ക് അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. കേൾക്കുന്നുണ്ട്. കേൾക്കാം. അതെ. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യപൂജിതയെ വണങ്ങിക്കൊണ്ട്, സർവാദരണീയരായ ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ബ്രഹ്മചാരി ബ്രഹ്മചാരിണികൾ, ലോകമെമ്പാടു നിന്നും ഈ സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾ, ഈ സത്സംഗം സംയുക്തമായി കോർഡിനേറ്റ് ചെയ്യുന്ന ഹരിപ്പാടും കൊട്ടാരക്കരയുമുള്ള ആത്മബന്ധുക്കൾ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം. നമ്മുടെ സർവസ്വമായ ഗുരുവിൻ്റെ 98ാം ജന്മദിന പൂജിത സമർപ്പണ ആഘോഷത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സത്സംഗം സംഘടിപ്പിക്കുന്നതും, ആ സത്സംഗം 41 ദിവസം കൊണ്ടാണ് പൂർത്തിയാകും. അതിൻ്റെ 38ാം ദിനമാണ്. ഈ ഒരു മഹിമയാർന്ന കർമ്മത്തിൽ ഭാഗവാക്കാവാൻ പരമകാരുണികനായ ഗുരുവിൻ്റെ കാരുണ്യം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓൺലൈനിലാണെങ്കിലും എൻ്റെ ഈ വലിയ കുടുംബത്തിലെ അംഗങ്ങളെ ഈ രീതിയിൽ അംഗങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. എൻ്റെ സ്വദേശം കരുവാറ്റയാണ്, ഹരിപ്പാട് കരുവാറ്റയാണ്. നമ്മളുടെ പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ GR ഹരിപ്പാട് ആശ്രമത്തെക്കുറിച്ചും കരുവാറ്റയിലെ KP വൈദ്യർ അദ്ദേഹത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ആമുഖ ഭാഷണത്തിൽ പറയുകയുണ്ടായി. പത്മാലയം KP വൈദ്യർ എന്ന് പറയുമ്പോൾ ആ പേര് പരിചിതമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ഒരു പക്ഷേ ആ പേര് കേട്ടിട്ടില്ലാത്തവരും ഉണ്ടാവും. നമ്മുടെ പ്രാർത്ഥനാഞ്ജലിയുടെ ആദ്യ പേജുകളിൽ തന്നെ ഗുരുധ്യാനം ഒരു ചിത്രം എന്ന ക്യാപ്ഷനിൽ പൊക്കം സ്വല്പം കുറഞ്ഞും എന്ന് തുടങ്ങുന്ന ഒരു
പ്രാർത്ഥനാ ഗീതം അതിനകത്ത് ആദ്യം തന്നെ ഉണ്ട്. അതുപോലെ പാഹ്യമാം കരുണാകര എന്ന് തുടങ്ങുന്ന വരികളും നമുക്ക് പരിചിതമാണ്. ഇതിന്റെയൊക്കെ രചയിതാവ് പത്മാലയം KP വൈദ്യർ എന്ന വൈദ്യരുമാമനാണ് എന്ന് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു എന്ന് വരില്ല. ഈ പൊക്കം സ്വല്പം കുറഞ്ഞും എന്ന ഗാനം ഹരിപ്പാട് ശ്രീ ശ്യാംകുമാറാണ് ആലപിച്ചത്. അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ ഗാനം അദ്ദേഹം ആലപിച്ചതിന് ശേഷം വൈദ്യരുമാമൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഈറനായ കണ്ണുകളോടെ പറഞ്ഞു, ഗുരുവിനെ കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ശരിക്കും ഗുരുവിന്റെ ശിരസ് എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്, പക്ഷെ മോനത് പാടിയപ്പോൾ അങ്ങനെ പാടിയല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഡോക്ടർ GR കിരൺ പറഞ്ഞതുപോലെ വൈദ്യരുമാമന്റെ അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു സമാധി അവസ്ഥയാണ് ശരിക്കും സംഭവിച്ചത്. ഗുരു കല്ലാറ്റിൽ നിന്നും വളരെ തിടുക്കപ്പെട്ട് കരുവാറ്റയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ജീവനെ യഥാർത്ഥത്തിൽ ആ ശരീരത്തിലേക്ക് തിരികെ പ്രവേശിച്ച ഒരു കർമ്മമാണ് ഗുരു അവിടെ ചെയ്തത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഗുരുവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, ഗുരുവിന്റെ ശിഷ്യർക്ക് വേണ്ടി ഗുരു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്, ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 8 മിനിറ്റ് സമയമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഗുരുവിന്റെ സ്നേഹം എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു കാര്യം, അത് 8 മിനിറ്റല്ല 8 മണിക്കൂർ കൊണ്ട് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു വലിയ ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ വ്യക്തിപരമായ അനുഭവമല്ല, എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട്, ആശ്രമത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി വരുന്ന കാര്യമായതുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യപൂജിത ഒന്നിലധികം തവണ ഈ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഗുരുവിന്റെ അമ്മയുടെ ദേഹവിയോഗം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുരു ചന്ദിരൂരിൽ പോയി അമ്മയെ കാണുകയും അമ്മയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയും അമ്മയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഗുരു അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പോ വളരെ ശാന്തനായി വളരെ തൃപ്തിയോടെയാണ് ഗുരു അവിടെ നിന്ന് അമ്മയുടെ അടുത്തു നിന്നും മടങ്ങുന്നത്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഗുരു സംസാരിച്ചത് പ്രധാനമായിട്ടും ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മയുടെ അവസാന നാളുകളെ കുറിച്ച്, ആ അമ്മയുടെ സംസ്കാരത്തിനായിട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് ഗുരു അന്ന് സംസാരിച്ചതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി വൈദ്യരുമാമന്റെ വീട്ടിൽ കയറി ഉടൻ തന്നെ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. ഞങ്ങളൊക്കെ അന്ന്, ഞാനും ചേട്ടനും ഒക്കെ അന്ന് കുട്ടികളാണ്. അപ്പൊ അവിടെ വന്നു. ശിഷ്യപൂജ തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയോടൊപ്പം അന്ന് കഞ്ഞിയൊക്കെ തയ്യാറാക്കാൻ ശിഷ്യപൂജിത കൂടിയാണ് അമ്മയെ സഹായിച്ച് അരിയൊക്കെ കഴുകി അടുപ്പത്ത് ആക്കുന്നത്. അപ്പൊ ഈ കഞ്ഞി പാകമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഗുരു ശിഷ്യപൂജിതയോട് പറഞ്ഞു, പക്ഷേ അതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിവന്ദ്യ ശിഷ്യപൂജിത അവിടെ തന്നെ പ്രാർത്ഥനയിലിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഗുരുവോട് കണ്ട കാര്യം, കിട്ടിയ കാര്യം അറിയിച്ചു. അപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും അടുത്ത് വിളിച്ചിട്ട് ഗുരു ചോദിച്ചു, നിങ്ങളുടെ 2 പേരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സന്യാസിയായി പോയ അങ്ങനൊരു ആരെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു, നമ്മളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ആരും സന്യാസിയായിട്ട് പോയതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അച്ഛന്റെ അമ്മയുണ്ട്. അച്ഛന്റെ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. അച്ഛന്റെ അമ്മയോട് ചോദിച്ചപ്പോ അച്ഛമ്മ പറഞ്ഞു, അച്ഛന്റെ അച്ഛൻ
ഒരിക്കൽ ഒരു സന്യാസിയെ പോലെ ഒരാളെ ഒരു ദിവസം കൂട്ടി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഏതാണ്ട് 4-5 ദിവസത്തോളം അവിടെ അദ്ദേഹം താമസിച്ചു. ഈ താമസിച്ച എല്ലാ ദിവസങ്ങളും അദ്ദേഹത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുന്നത്, അദ്ദേഹത്തെ എല്ലാ രീതിയിലും പരിചരിച്ച് അച്ഛന്റെ അച്ഛൻ നിന്നു. അദ്ദേഹം 4-5 ദിവസത്തിന് ശേഷം യാത്രയായപ്പോൾ വളരെ ദൂരം അദ്ദേഹത്തോടൊപ്പം നടന്നുപോയി അദ്ദേഹത്തെ യാത്രയാക്കി തിരിച്ചു. ഇങ്ങനെ ഒരു അനുഭവം വീട്ടിലുണ്ടായിട്ടുണ്ട് എന്ന് അച്ഛമ്മ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിച്ചിട്ട് ഗുരു പറഞ്ഞു, ഈ സന്യാസിയെ പോലെ ജീവിച്ച ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആദരിച്ച് പരിചരിച്ച് അങ്ങനെ ഒരു വലിയ കർമ്മമാണ് അദ്ദേഹം ചെയ്തത് അച്ഛന്റെ അച്ഛൻ. ആ ജീവൻ ഇന്ന് പിതൃസ്ഥാനത്ത് നിങ്ങളുടെ കുടുംബത്തിന് വളരെ നന്മയോടെ ആ പിതൃ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ശിഷ്യപൂജിത അറിയിച്ചത് തന്റെ ജീവന്റെ മുക്തിക്കായി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിങ്കൽ നിൽക്കുന്ന ഒരു രൂപത്തെയാണ് ആദ്യം ശിഷ്യപൂജിത കാണുന്നത്. അപ്പോൾ ഇതില് നമ്മള് ഓരോരുത്തരും നമ്മളുടെ പിതൃക്കളുടെ സ്ഥാനത്തുള്ളവർ നമ്മളുടെ തലമുറയിലേക്ക് മഹിമപ്പെട്ടു വരുന്ന വലിയ ഒരു കർമ്മം, ആ കർമ്മം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ശരിക്കും ഗുരു നമുക്ക് ഓരോരുത്തർക്കുമായി ചെയ്തു തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനിത് സംസാരിച്ചത്. ശരിക്കും നമ്മൾ ജലം നമുക്കെല്ലാവർക്കും അറിയാം. ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് പാത്രത്തിലാണോ അത് ഉൾക്കൊള്ളുന്നത്, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ രൂപമാണ് ജലം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗുരുവിനെ എങ്ങനെയാണോ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്, ഗുരുവിനെ എങ്ങനെയാണോ നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഗുരു നമുക്ക് അനുഭവവേദ്യമാവും. കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കാണുന്നുണ്ട് ഡോക്ടർ കിരൺ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനധികം സംസാരിക്കുന്നില്ല. ഈ ഒരു ഇങ്ങനെ ഇത്രയും മഹിമപ്പെട്ട ഒരു കർമ്മത്തിന്റെ ഒരു ഭാഗമാവാൻ കിട്ടിയ ഒരു കാരുണ്യത്തിന് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് പരമകാരുണികനായ ഗുരുവിന്റെ പാദപത്മങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. അഭിവന്ദ്യ ശിഷ്യപൂജിതയെ പ്രണമിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. അടുത്തതായി ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി അനുഭവം പറയുന്നതിന് വേണ്ടി ദേവി സന്തോഷ് ബാബുവിനെ ഏറെ സ്നേഹത്തോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. സർവശക്തനായ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരണീയ ശിഷ്യപൂജിതയെ നമസ്കരിച്ചുകൊണ്ട് സർവാദരണീയരായ സ്വാമിമാർ, ആദരണീയരും സമാദരണീയരുമായ സന്യാസിനി വര്യന്മാര്, ബ്രഹ്മചാരികൾ, ബ്രഹ്മചാരിണികൾ, ആത്മബന്ധുക്കളെ, 1982-83 കാലഘട്ടങ്ങളിലാണ് എൻ്റെ കുടുംബം ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. ആദ്യമായി എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് ആദ്യമായി ആശ്രമത്തിലെത്തിയത്. ആശ്രമത്തിലെത്തി ഗുരുവിനെ കാണുകയും അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ഗുരുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ആശ്രമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് എൻ്റെ മൂത്ത സഹോദരി അളിയനും കുടുംബവും ഒക്കെ അന്ന് കേശവദാസപുരത്താണ് താമസിക്കുന്നത്. അവരുടെ കുട്ടികൾ അന്ന് സെൻട്രൽ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ നിന്ന് അവർ സർവീസിൽ നിന്ന് അളിയൻ റിട്ടയർമെൻ്റായി വരുന്ന സമയമായിരുന്നു. അപ്പോൾ അവരും വീണ്ടും തുടർന്ന് ആശ്രമത്തിലെത്തുകയും അതിനെ തുടർന്ന്
ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛൻ്റെ അമ്മയടക്കം ഞങ്ങളെല്ലാവരും ഒരു ഒറ്റ കുടുംബമായിട്ടായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇത് അതിനുശേഷം ആശ്രമത്തിൽ തുടർന്ന് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് 1991 സമയമായപ്പോൾ എൻ്റെ പല്ലിൻ്റെ വേരിലൊരു പ്രശ്നം ഉണ്ടാവുകയും കുറച്ച് നീരും ഒക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തു. കവിളിലത് പ്രകടമായി നീരൊക്കെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അതങ്ങനെ ഒരു അതിൻ്റെ ഒരു ചികിത്സയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രദേശത്തൊരു രാഷ്ട്രീയ കൊലപാതകമൊക്കെ നടന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പം അതിൽ ആ ഒരു സമയത്ത് എന്നെയും അതിനകത്ത് ഞാനും കുറ്റാരോപിതനാകേണ്ടുന്നതായ അങ്ങനെ ആരോപിക്കപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ ഞാൻ ആ കേസിൽ കുറച്ച് മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിൽ അപ്പോൾ ഈ അസുഖം കലശലായിട്ട് അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയും അളിയനും ഒക്കെ അന്ന് ആശ്രമത്തിനുള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഇതൊന്ന് ഗുരുവിനെ കാണുകയും ഗുരുവിനോട് കരഞ്ഞ് ഈ സന്ദർഭങ്ങളൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഗുരു അവരെ ആശ്വസിപ്പിച്ച് അതുകൊണ്ട് ഗുരു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 4-5 ദിവസം ഈ സന്ദർഭത്തിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിരുന്നു. ഈ 5 ദിവസമായപ്പോൾ ഈ കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തിൽ നിന്നും മാറ്റി സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു കേസ്. അന്ന് പ്രഗത്ഭനായ ഒരു DYSP ഉണ്ടായിരുന്നു, പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞൊരു DYSP ആണ് ആ കേസ് അന്ന് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലൊക്കെ വരികയും അതിനകത്തുനിന്ന് പ്രതിപട്ടികയിൽ എനിക്ക് അതിനകത്ത് മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരു കാര്യമായിരുന്നത് കൊണ്ട് എന്നെ അതിനകത്തുനിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഈ സമയത്ത് എൻ്റെ അസുഖം കലശലായിട്ട് കൂടുകയും 1-2 ഓപ്പറേഷൻ അതിനകത്ത് നടത്തുകയൊക്കെ ചെയ്യേണ്ടി വന്നു. ഈ സമയത്തൊന്നും ഞാൻ വീട്ടിലോ നമ്മൾ അറിയപ്പെടുന്നൊരു സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ കേസിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒഴിവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗുരുവിനെ കാണാനായിട്ട് ആശ്രമത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ആശ്രമത്തിൽ ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ ഒരു അമ്മയുടെ മൂത്ത സഹോദരൻ ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ ക്ലിനിക്കുമൊക്കെ ആയിട്ട് ചികിത്സയിലിരിക്കുന്ന സമയമാണ്. ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഗുരുവിന് മാമനെ അറിയാം, മാമനെ കണ്ടിട്ടുണ്ട്, മാമനോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാമനൊരു സായി ഭക്തനാണ്. ഗുരുവിനോട് വളരെ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ മാമനും ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, മാമനെ പോയി നീ കണ്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അന്നേരത്തെ ഒരു കണ്ടീഷനിൽ, ഒരു സിറ്റുവേഷനിൽ ഒരാളും അങ്ങനെ ഒരു ചികിത്സ തയ്യാറെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രമാത്രം മാരകമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അന്നേരം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ കൊല്ലത്ത് ചെന്ന്, അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നത്, കൊല്ലത്ത് ചെന്ന് മാമനെ കണ്ടു. മാമനെ കണ്ടിട്ട് ഞാൻ ഇതുപോലെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഗുരുവാണ് എന്നെ പറഞ്ഞു വിട്ടത്, മാമൻ്റെ നിന്ന് മരുന്ന് മേടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. മാമൻ അത് വിശദമായി പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു 3 വർഷം നീ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു. ചില പഥ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ തുടർന്ന് നിന്നെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഗുരുവിലുള്ള എൻ്റെ വിശ്വാസം, പൂർണ്ണമായ എൻ്റെ ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പാലിച്ചോളാം എന്ന് മാമന് വാക്ക് കൊടുത്തു. അങ്ങനെ ചികിത്സ തുടങ്ങുകയും ഏകദേശം ഒരു 1.5 വർഷക്കാലം കൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയും പിന്നീട് എനിക്ക് അതുകൊണ്ട് തുടർന്ന് അതിന് ശേഷം അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് എൻ്റെ ഒരു അനുഭവമാണ്. നിരവധി തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിലും വളരെ പ്രധാനപ്പെട്ടത് എന്ന നിലയിൽ പറയാൻ സാധിക്കുന്ന ഒരു അനുഭവം ഇതാണ്. ഞാൻ എൻ്റെ അനുഭവം
പങ്കുവെക്കുന്നതിന് വേണ്ടി ഇന്ന് എന്നെ തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ എൻ്റെ ഈ അനുഭവം സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. അടുത്തതായി ഈ സത്സംഗത്തിൽ സംസാരിക്കുന്നത് ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണനാണ്. ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാം. സരസമായ എല്ലാമായ ഗുരുവിനെ നമസ്കരിച്ചു, അഭിവന്ദ്യ ശിഷ്യപൂജത്തെ വന്ദിച്ച് എല്ലാ ബഹുമാന്യരായ ആദരണീയ സർവാദരണീയ സമാദരണീയ സന്യാസിനിമാർക്കും ആത്മബന്ധുക്കൾക്കും നമസ്കാരം. 98ാമത്തെ നവപൂജിത സത്സംഗത്തിൽ ഒരു അനുഭവം പങ്കുവെക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തെ എങ്ങനെ കാണണം എന്ന് ഞാൻ അവസാനം പറഞ്ഞു. ശാന്തിഗിരി ആശ്രമത്തിൽ ആദ്യമായിട്ട് ഞാൻ എത്തിയത് 2003. ഞാൻ ശാന്തിഗിരി പഠിച്ചൊരു ഡോക്ടറാണ്. ശാന്തിഗിരി ആയുർവേദ കോളേജ് പാലക്കാട് പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ അങ്ങനെ 2003 ആദ്യമായിട്ട് ഞങ്ങൾ ശാന്തിഗിരി വരുന്നത്. കോളേജിന്റെ ഒരു ടൂർ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് ഉള്ളൊരു ടൂറിന്റെ ഭാഗമായി ആണ് നമ്മൾ ആദ്യമായിട്ട് ആശ്രമത്തിൽ വരുന്നത്. അപ്പൊ അക്കാലത്ത് വളരെയധികം എന്തായാലും പറയുന്ന തർക്കവും ഡിബേറ്റും അതൊക്കെ അന്നും ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ നടന്നൊരു സമയത്ത് ആശ്രമത്തിൽ വന്ന് ആദ്യമായിട്ട് ശിഷ്യപൂജിത ഞങ്ങളുടെ ബാച്ചിൽ സഹകരണ മന്ദിരത്തിൽ വെച്ചാണ്. ശിഷ്യപൂജിത ബാച്ചിനോട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിനകത്ത് ആ സമയത്ത് ഒരു അഹങ്കാരം, നമ്മളിങ്ങനെ മനസ്സിൽ ഗുരുവാണെങ്കിൽ മനസ്സിനകത്ത് എന്തോ ഒരു കുനിഷ്ഠ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും സംസാരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗുരു എന്തോ പറഞ്ഞു വന്നിട്ട് എനിക്ക് ഇതിനുള്ള ഉത്തരം കിട്ടി. ആ ഉത്തരം കിട്ടിയത് ഇപ്പോഴത്തെ ഈ മാറ്റർ ആന്റി മാറ്റർ എന്നൊക്കെ പറയുന്ന രീതിക്കാണ്. അതായത് ഇന്ന് പോലും ഞാൻ എൻ്റെ ആദ്യത്തെ അനുഭവം, ഗുരുവിനെ കാണുന്ന ആദ്യത്തെ അനുഭവം ഇതായിട്ട് പറയുമ്പോൾ എനിക്ക് ഇന്ന ചോദ്യവും ഉത്തരവും രണ്ടും ഓർമ്മയില്ല. അത് എന്താ പറയുന്നത്, ഇറ്റ് ഗോട്ട് ഒബ്ലിറ്ററേറ്റഡ്, പൂർണ്ണമായിട്ടും അതങ്ങ് മാഞ്ഞുപോയി. എന്നിട്ട് എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ശിഷ്യപൂജിത ഈ മറുപടി പറഞ്ഞ് എന്നെ നോക്കിയിട്ട് മനസ്സിലായെന്ന് ചോദിച്ചു. പിന്നെ അതേപോലെ സംസാരിച്ചു പോയി. ആർക്കും ഇതിനകത്തൊരു ഒരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ എന്തായാലും ബ്രേക്ക് പോലും അനുഭവപ്പെട്ടില്ല. ബട്ട് ഈ ഒരു അനുഭവത്തിലൂടെ തന്നെ ഇത് വാക്കുകൾക്ക് അതീതമായ എന്തോ ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നും ആ നിമിഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആ ചോദ്യം ഓർമ്മയില്ല, ഉത്തരവ് ഓർമ്മയില്ല. അപ്പോൾ അതിനുശേഷം കോളേജിലുള്ള പല അനുഭവങ്ങളും, അതിനുശേഷം ഞാൻ ശാന്തിഗിരി ഡൽഹി ബ്രാഞ്ചിലും ഭിവാടി ബ്രാഞ്ചിലും ഒരു ഡോക്ടറെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായ കുറെ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അവിടെ ഉള്ള ആൾക്കാർക്ക് കിട്ടിയ സൗഖ്യം, ഇതിന്റെ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അത് പറയാം. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സമയം പരിമിതമായതുകൊണ്ട് 2020, അതായത് കോവിഡ് മൂർധന്യാവസ്ഥ നിന്ന സമയത്ത്, ആ സമയത്താണ് എനിക്ക് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, ഒരു ഗംഭീര വാതരോഗമാണ് അതായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡോക്ടർമാരെ കാണാൻ പോകാൻ പറ്റില്ല, കാരണം അത്യാവശ്യ ഘട്ടങ്ങൾക്ക് മാത്രമേ ആശുപത്രിയിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ രോഗം വളരെ പെട്ടെന്ന് പുരോഗമിച്ചു. അങ്ങനെ കിടപ്പില്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആശ്രമത്തിൽ അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അറിയിക്കുന്നതിന്റെ കൂടെ തന്നെ മരുന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര അതിവേദന ആയിരുന്നു നമുക്ക് അനുഭവപ്പെടുന്ന ആകെയുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു കാലിന്റെ ഒരു ചെറിയ വിരലനങ്ങിയാൽ പോലും ശരീരമാസകലം വേദനയായിരുന്നു. ഇടയ്ക്ക് കണ്ണില് ബുദ്ധിമുട്ടുണ്ടായി. ആഴ്ചകളോളം വെളിച്ചം കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടുമുറിക്കകത്തൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് അത്രയും വേദനയൊക്കെ എടുത്ത സമയത്ത്
ഗുരുവിനോട് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്ക്, ഇതിങ്ങനെ കർമ്മദോഷം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിക്കും, ഒരു ശമനം കിട്ടും, വീണ്ടും ഉണ്ടാകും, വീണ്ടും പ്രാർത്ഥിക്കും. ഈ നമുക്കിപ്പം നമ്മുടെ ഭക്തിഗീതത്തിനകത്ത് മറ്റേ നൊന്തു മോൻ പ്രാർത്ഥിക്കുന്നുള്ളൊര ചുണ്ടിന്റെ മന്ത്രണം എൻ ജീവനാടിയായി, അത് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, എപ്പോഴും നോവിലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരിക്കലും വീണ്ടും എഴുന്നേക്കാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചൊരു ഒരു മടക്കയാത്ര കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ശരീരം തളർന്നു പോകുന്ന വേറൊരു കാര്യമാണ്, പക്ഷെ മനസ്സും അതേപോലെ ആത്മാവും എങ്ങനെയോ അങ്ങ് ശിഥിലമായി പോകുന്ന പോലെ തോന്നും. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് 2020 ഇതിങ്ങനെ സ്ഥിരീകരിച്ച് 2021 ഒരു പകുതി ആയപ്പോഴത്തേക്കാണ് ഞാൻ പൂർണ്ണമായിട്ടും കിടപ്പായി പോയത്. അത് കഴിഞ്ഞിട്ട് 2022 ഏപ്രിൽ ആയപ്പോൾ ഇതേപോലെ രാത്രി ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ, പെട്ടെന്ന് 23 ഏപ്രിൽ രാത്രി എഴുന്നേറ്റപ്പോൾ ബാത്റൂമിൽ പോകാനൊക്കെ എഴുന്നേറ്റത്, ആ സമയത്ത് വാക്കിൽ നടക്കാൻ പറ്റത്തുള്ളൂ, ഒരാൾ സഹായിക്കണം. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ഞാൻ കുഴഞ്ഞു വീണു. സോ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ് ആൻഡ് ഒരു ബ്ലാക്ക് ഔട്ട്. അപ്പോൾ കൂടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെയോ പിറക്കിയെടുത്ത് കട്ടിലേലിട്ടു. പക്ഷേ ഒരു മെഡിക്കൽ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് എനിക്ക് അപ്പോഴേ മനസ്സിനകത്തൊരു സംശയം തോന്നി, ഇതെന്തോ ഒരു കാർഡിയക് ഇവന്റ് നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഹൃദയം അത്രയ്ക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു, ശ്വാസം കിട്ടുന്നില്ലായിരുന്നു, ശരീരം ഇതേപോലെ ഒരു ചെറിയ വിരലണങ്ങിയാൽ ശരീരം മൊത്തം വേദന എടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ താഴെ ഉരുണ്ടു വീണപ്പോഴത്തേക്ക് ഇറ്റ് വാസ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. അപ്പോൾ ഈ വേദന എല്ലാം കൂടെ വെച്ച് അവിടെ കിടന്നപ്പോൾ വീട്ടുകാർ, അച്ഛനും അമ്മയും ഭാര്യയും എല്ലാവരും വന്ന് ചുറ്റും നിന്നു. ഞാൻ ആകെ പറഞ്ഞ ഗുരുവിൻ്റെ ഭസ്മം തീർത്ഥം ഒന്നെടുത്തൊന്ന് ദേഹത്തിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭസ്മം എടുത്തിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ തോന്നിയ കാര്യം ഇതാണ്, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഗുരുവിനോട് പറഞ്ഞ കാര്യമില്ല, ഗുരു ഇങ്ങനെ അങ്ങ് എടുത്തോണ്ട് പോകില്ലേ, കാരണം ഇത് ഇനിയും ചിലപ്പോൾ ഈ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ കർമ്മം അങ്ങോട്ടങ്ങ് എടുത്തിട്ട് മാത്രമേ എന്നെ വിടാവുള്ളൂ, കാരണം അടുത്ത ജന്മം കൂടെ എനിക്ക് ഇങ്ങനെ കിടക്കാൻ വയ്യ. ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിനകത്ത് എനിക്കിതും അറിയാം, ഇത് ഈ മെഡിക്കൽ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ആങ്സൈറ്റി ഒക്കെ കൂടി വരുമ്പോഴത്തേക്ക് ഒരു സ്പൈറലിൽ പോയി വീണ്ടും ഒരു കാർഡിയക് ഇവന്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് സമാധാനപ്പെടണമെന്നുണ്ട്, പക്ഷെ ശ്വാസം കിട്ടുന്നില്ല, ഉറക്കം വരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് 2 മണി 3 മണി ആയപ്പോൾ ഞാൻ എങ്ങനെയോ കണ്ണടച്ചു. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, എവിടുന്നു ഒരു വാർത്ത്, ഒരു അനുഗ്രഹം, എന്തോ ഒരു സ്പർശം. നമ്മള് മരുന്നൊന്നും അങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ശാന്തിഗിരിയുടെ ഈ ഹൃദയരഞ്ജിനിയും അഗസ്ത്യ തൈലവും കൂടെ കൂട്ടിച്ചേർത്ത് തേക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു ചൂട് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. അങ്ങനത്തെ ഒരു ചൂട് ശരീരം മൊത്തം ഇറങ്ങി കാലിലാരോ തലോടുന്ന പോലെ തോന്നി. ഞാൻ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങളിവിടെ അടുത്തുള്ള KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോയി. ഈ പറഞ്ഞ പോലെ എനിക്ക് ആരെയും പേടിപ്പിക്കണമെന്നില്ലായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു മിക്കവാറും ഒരു ഹാർട്ട് വേണ്ടി നടന്നതാണ്, നമുക്ക് ട്രോപ്പ് ടി ചെക്ക് ചെയ്യാം. ട്രോപ്പ് ടി ലെവൽസ് വളരെയധികം എലിവേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ അവര് ട്രോപ്പ് ടി ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞ കാര്യം മാസിവ് വെൻട്രിക്കുലർ MI ആണ്, ഹാർട്ട് അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. 3 ദിവസം അവിടെ ഇട്ടിരുന്നു. ഇതെല്ലാം നമ്മൾ ആശ്രമത്തിൽ അറിയിക്കുന്നുണ്ട്, അവിടെ നിന്ന് പറയുന്ന നിർദ്ദേശം അനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. അവിടെ ചെയ്യുന്നപ്പം ആദ്യം അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു നിങ്ങൾക്ക് എക്കോ എടുക്കണം, മറ്റേ ആൻജിയോഗ്രാം എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. ആശ്രമത്തിൽ എന്ന് പറഞ്ഞു യാതൊരു കർമ്മശാലും ചെയ്യേണ്ടതെന്ന് നമ്മൾ ഉറച്ചു നിന്നു, അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവിടെ അതേ പ്രക്രിയ ചെയ്ത് അതേ ഓപ്പറേഷൻ ചെയ്ത് ഒരു സ്ത്രീക്ക് വളരെ മാസീവായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ നിമിത്തമാവും മെഡിക്കൽ ഫീൽഡിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതാവും. എനിവേ അവിടുന്ന് അവര് MRI നോക്കി, പല കാര്യങ്ങളും നോക്കി, ഹാർട്ടിന് അറ്റാക്ക് നടന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു 3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ വരുന്നതൊക്കെ ആംബുലൻസിലാണ്, എനിക്ക് നടന്നില്ല, എടുത്തോണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ആശ്രമത്തിൽ അറിയിച്ചു. അടുത്ത ദിവസം ആശ്രമത്തിൽ എന്ന് പറഞ്ഞു താമസിക്കുകയോ ചെയ്യേണ്ട, അമൃതയിൽ പോയിക്കാണ്. അപ്പോൾ ഗുരു നിർദ്ദേശിച്ച കാര്യമായതുകൊണ്ട് പിന്നെ
ആലോചിച്ചില്ല. വീണ്ടും ആംബുലൻസ്, വീണ്ടും അമൃത. അങ്ങനെ അമൃത പോയി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം അമൃതയിൽ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ആദ്യം പറഞ്ഞത് ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടില്ലെന്ന്. കാരണം ആദ്യത്തെ വിഷം നമുക്കിതായിരുന്നു, ശരീരം ഇപ്പൊ ഇങ്ങനെ ഹൃദയവും പോയി, ഇനിയും ഗുരുവിനെ ആണെങ്കിലും എവിടെ ഇരുത്തും. അപ്പോ ആദ്യം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നടരാജൻ ഡോക്ടർ, വളരെ പേരായിട്ട് ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഹാർട്ട് അറ്റാക്ക് ഒന്നും നടന്നിട്ടില്ല, കാരണം ഇപ്പോഴത്തെ റീഡിങ്ങിനകത്ത് കാണുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ് KMCH ഹോസ്പിറ്റൽ. അവിടെ നിന്നാണ് ഇതെന്ന് പറഞ്ഞു വിട്ട്. അവിടെ ചെന്നപ്പോൾ ആദ്യം അതില്ലെന്ന് പറഞ്ഞു. ഈ 2 ആഴ്ച അവിടെ ഓരോ ടെസ്റ്റുകൾ ചെയ്ത് ഹോൾട്ടർ, അതായത് 72 മണിക്കൂർ മോണിറ്ററിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർ പറഞ്ഞ കാര്യം, ഞാൻ ഇന്നേ ദിവസം വരെ എന്റെ കരിയറിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ക്ലോട്ട് താങ്കളുടെ ഹൃദയത്തിലുണ്ടെന്നാണ്. അതായത് സെന്റിമീറ്റർ കണക്ക് 2.4 സെന്റിമീറ്റർ വലിയ ക്ലോട്ടാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇത്രയും ദിവസം ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു കോളിഫ്ലവർ ഷേപ്ഡ് ക്ലോട്ടാണ്. എന്നിട്ട് ഇത് അലീശാരാനുള്ള മരുന്ന് തന്നിട്ട് നമ്മളെ തിരിച്ചു വിട്ടു. പക്ഷെ അതിന്റെ കൂടെ വേറെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അദ്ദേഹം പറഞ്ഞു ഇതുണ്ട്, അതേപോലെ നിങ്ങൾക്ക് EMF എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഇലക്ട്രോ മയോകാർഡിയൽ ഫൈബ്രോസിസ്. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ അറിയാൻ വയ്യാത്തത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഗൂഗിളിൽ അടിച്ചു നോക്കുമായിരുന്നു. അപ്പൊ ഗൂഗിളിൽ ഇലക്ട്രോ മയോകാർഡിയൽ ഫൈബ്രോസിസ് എന്നൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വന്ന പേജ് റെയർ മെഡിക്കൽ ഡിസീസസ് എന്ന് പറയുന്ന പേജാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ പകുതി ജീവനും കൂടെ വീണ്ടും പോകും. അതായത് ഈ പറയുന്ന ഇവിടെ ഇല്ലാത്ത രോഗം കൂടി ഇനി വന്നു, ഇനി എന്താണ് ചെയ്യേണ്ട ഗുരു? അങ്ങനെ തിരിച്ച് ഇവിടെ വന്നിട്ട്, അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് പോകണമായിരുന്നു. അപ്പൊ അദ്ദേഹം മരുന്നൊക്കെ തന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കിടക്കുന്നു, ഇലക്ട്രോ കാർഡിയോഗ്രാം ആയി മെഷീൻ വെച്ച് നമ്മുടെ അൾട്രാസോണിക് വേവ്സ് വെച്ച് നമ്മുടെ ഹാർട്ട് നോക്കുന്നു. അപ്പൊ നോക്കിയത് ഞാൻ നേരത്തെ ചെന്ന അതേ ടെക്നീഷ്യന്മാരാണ് ഈ തവണ ഈ യന്ത്രം വെച്ച് നോക്കുന്നത്. അവർ നോക്കിയിട്ട് ആകെ ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള ആളാണ് എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഇപ്പൊ കുറച്ചു നേരം അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരാളെ തട്ടിട്ട് ചോദിച്ചു, ചേട്ടാ എന്താ കാര്യം, എന്താന്ന് വെച്ചാൽ പറഞ്ഞു, കുഴപ്പമില്ല, എന്തും സഹിക്കാം. അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഡോക്ടർ ഇതേപോലെ വന്ന് ഇത് നോക്കി കഴിഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചു. അവരുടെ തോളത്തൊക്കെ തട്ടിയിട്ട് പറഞ്ഞു അത് സാരമില്ല. അപ്പോൾ നമുക്ക് പിന്നെ വെപ്രാളമായി, ദൈവമേ അവരെ തന്നെ സമാധാനിപ്പിക്കുന്നു, അപ്പൊ എന്ത് വലിയ കാര്യമായിരിക്കും, അപ്പൊ പിന്നെ നമ്മളോട് ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്. അവരെ തട്ടിയിട്ട് പറഞ്ഞു സാരമില്ല, നിങ്ങൾ അന്ന് അത് കണ്ടു, അതുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ തരും, ഞാനും കണ്ടതല്ലേ, ഞാനും കൂടെ വന്നതെന്നല്ലേ സ്കാൻ ചെയ്ത്, ഇന്ന് നോക്കിയപ്പോൾ അത് ഇല്ല, അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെന്ന് എഴുതിക്കും. അങ്ങനെ rarediseases.org-ക്കകത്തുള്ള എന്തോ ഒരു കണ്ടീഷൻ 2 ആഴ്ച കൊണ്ട് അതിനെപ്പറ്റി കുറച്ചൊന്ന് വിഷമിപ്പിച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോയി. അപ്പൊ ഇത് അഗൈൻ മോഡേൺ മെഡിക്കൽ സയൻസ് കോയിൻസിഡൻസ് എന്നോ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പേരൊക്കെ ഇട്ട് പിടിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്നേഹം എന്നുള്ള കാര്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതേപോലെ കടന്ന സമയത്താണെങ്കിലും പലരും വന്ന് പറയും ഇത് ജീവിതം ഒരു പരീക്ഷണമാണ്, ജീവിതം നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആശ്രമവിശ്വാസികളല്ലാത്ത ആൾക്കാരെ ചിലപ്പോൾ എന്ന് പറയും, അവർക്കറിയാം നമ്മൾ ആശ്രമത്തിൽ പോകുന്നവരാണെന്ന്. അപ്പോൾ ചിലപ്പോൾ എന്ന് പറയും അതായത് നിങ്ങളുടെ ഗുരു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, സാരമില്ല, ഇതൊക്കെ ശരിയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഗുരു നമ്മളെ പരീക്ഷിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഈ വളരെ ടഫായിട്ടുള്ള എക്സാം പേപ്പറൊക്കെ നമ്മുടെ കർമ്മം കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ പ്രാരബ്ധ കർമ്മം, സജ്ജിത കർമ്മം, ഇതെല്ലാം കൂടെ ചേർന്ന് പടിപട്ടിയായിട്ടുള്ള എക്സാം പേപ്പർ എല്ലാം കൂടെ വരും. ഗുരു ചെയ്യുന്ന ഒരു നല്ല ഇൻവിജിലേറ്റർ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പം നേരത്തെ ഉള്ള സത്സംഗങ്ങളിൽ ഒരു ജന്മ പറയുകയുണ്ടായി, ഗുരുവിൻ്റെ അടുത്ത് പേന കൊടുത്ത് പൂജിച്ച് ആണ് നമ്മളെപ്പോഴും എക്സാം എഴുതാൻ പോകുന്നത്. ഞങ്ങൾ പഠിച്ചിട്ടിരുന്ന സമയത്ത് അതായിരുന്നു ചെയ്യുന്നത്. അതേപോലെ ഈ കടുകട്ടി എക്സാം വരുമ്പോഴത്തേക്ക് അതിലൊരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയുക മാത്രമല്ല, ബെസ്റ്റ് ഓഫ് ലക്ക് തരിക കൂടി ചെയ്യുന്ന ഒരാളാണ് ഗുരു. നമുക്ക് ചെറിയ രീതിയിൽ ചീട്ട് കൂടുകൾ തരുന്ന ഒരാളാണ് ഗുരു. വേറെ അവസാനം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഇതേപോലെ കിടപ്പ് ആയിരുന്ന ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഇപ്പോഴും അണങ്ങുന്നില്ല. ആങ്കലോസിംഗിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്, പല ജോയിന്റിനും നല്ല ടൈറ്റനിങ് ഉണ്ട്. പക്ഷെ ഈ സത്സംഗം ഇപ്പൊ തുടക്കം തൊട്ട് ഇപ്പൊ വരെ ഞാൻ എഴുന്നേറ്റ് നിന്നാണ് കേട്ടത്. ഇതിനു മുമ്പുള്ള സത്സംഗങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കേട്ടു. ഇതുവരെ ഗുരുവിന് എന്നെ കൊണ്ടുവരാമെങ്കിൽ ഇനി അങ്ങോട്ടും ഗുരുവിന് എന്നെ കൊണ്ടുപോകണം.
അപ്പോൾ ഒരു വിഷമഘട്ടം ഉണ്ടാകുമ്പോൾ അത് നേരിടുന്നത് ഈ ഗുരുസ്നേഹം നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. അതിൻ്റെ വേറൊരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം അതിനു മുമ്പും എനിക്ക് ഇപ്പോൾ ശാന്തിഗിരിയുടെ തന്നെ ഇന്റർനാഷണൽ മറ്റേ സ്പിരിച്വൽ സെമിനാറും 2012 നമ്മുടെ സെമിനാറുകളും ഇതിനൊക്കെ ഞാൻ MC ആയിട്ടുണ്ട്. അപ്പം കയ്യിൽ ഒരു സ്റ്റേജ് കയ്യിലൊരു മൈക്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ പരമ്പര ഇപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഓരോ പോസ്റ്റർ കാണുമ്പോൾ ഞാൻ വിചാരിക്കുക, ഓ ഷോ, ഇനി എന്നാണോ എക്കാലമാണോ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നത്, എനിക്കൊന്ന് സ്റ്റേജിൽ കയറാൻ പറ്റുന്നത്, ഒരു മൈക്ക് പിടിക്കാൻ പറ്റുന്നത്. ഇതൊരു ബാലിശമായ ഒരു ചിന്തയായിരുന്നു. ഒരു നിമിഷം വന്നു പോയി. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഈ ഗുരു വലിയ വലിയ കാര്യങ്ങളെല്ലാം ഏതായാലും നോക്കിക്കോളൂ, ഈ ചെറിയ കാര്യം പോലും ഗുരു കേട്ടു എന്നുള്ളതാണ്. ശാന്തിഗിരി ആശ്രമം ഹരിപ്പാടിൽ എന്നെക്കാട്ടിൽ അനുഭവ സമ്പത്തും പരിചയവും അറിവും എല്ലാമുള്ള എത്രയോ ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് ഒരു കോൾ എനിക്ക് വരുന്നു, നിങ്ങൾക്ക് പറയുന്ന അനുഭവം ഒന്ന് പങ്കുവയ്ക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഞാൻ തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു പരിഭവം പറഞ്ഞതാണ്, ഇനി എന്നാണോ സംസാരിക്കാൻ പറ്റുന്നത് എന്ന്. അതും ഗുരു മാറ്റി തന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഗുരുസ്നേഹത്തിന്റെ ഒരു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണും. പക്ഷെ ഈ പറയുന്ന പോലെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അവസാനം നമ്മുടെ കിരൺ ഡോക്ടർ വേറൊരു സത്സംഗത്തിൽ ഇതേപോലെ പറഞ്ഞു, ഗുരു പൊളിഞ്ഞു കിടക്കുന്ന വീണ അതിനെ കണ്ട് അതിനെ ഒന്ന് സ്പർശിച്ച് അതിനകത്തു നിന്നും നല്ല മധുരമായ സംഗീതം വരുന്നു. അപ്പൊ അതേപോലെ എനിക്കൊരു വിശ്വാസം, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം അതായി തീരണം. നമ്മൾ എത്ര പൊളിഞ്ഞിരിക്കുകയാണെങ്കിലും ഗുരു നമ്മളെ സ്പർശിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് വീണ്ടും ആ സംഗീതം വരും എന്നുള്ള കാര്യം ഇത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരു ശരണം. ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ഹരിപ്പാട് ബ്രാഞ്ചുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ സത്സംഗം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സത്സംഗത്തിന് കൃതജ്ഞത അറിയിക്കുന്നത് ശ്രീമതി ഡോക്ടർ ശ്രീകുമാരി സെന്നാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടറെ കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ഗുരുവേ ശരണം. എന്റെ സർവസ്വമായ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിബന്ധ്യ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട് ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസി, ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ബ്രഹ്മചാരിണികൾ, എത്രയും സ്നേഹമുള്ള ആത്മബന്ധുക്കളെ ഏവർക്കും സാദര പ്രണാമം. നവപൂജിതം 98-നോടനുബന്ധിച്ച് ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ സത്സംഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുവാൻ കിട്ടിയ അവസരത്തിന് എന്റെ ഗുരുവിനോടുള്ള സന്തോഷവും നന്ദി ഞാൻ ആദ്യമായി അറിയിക്കട്ടെ. ആദ്യമായി ഈ സത്സംഗത്തിൽ ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മളോട് അനുഭവം പങ്കുവച്ച ഹരിപ്പാട് ആശ്രമത്തിന്റെ ഹെഡ് സമാദരണീയ സ്വാമി മധുരനാഥ ജ്ഞാനതപസിക്ക് കൊട്ടാരക്കര ആശ്രമത്തിന്റെ പേരിലും ഗുരുവിന്റെ പേരിലും ഉള്ള കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി ഈ സത്സംഗം പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ കൊട്ടാരക്കര ശാന്തിഗിരി ആശ്രമ ഹെഡ് ആദരണീയ സ്വാമി മംഗളാനന്ദ ജ്ഞാനതപസിക്കും ഗുരുനാമത്തിൽ കൃതജ്ഞതകൾ അർപ്പിക്കുന്നു. അടുത്തതായി ഗുരുധർമ്മ പ്രകാശ സഭയിലെ ആദരണീയരും സർവാദരണീയരും സമാദരണീയരുമായ സന്യാസിനിമാർക്കും ബ്രഹ്മചാരിണിമാർക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി ഈ സത്സംഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ G.R. കിരൺ അവർക്കും ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി ഗുരുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ട് അനുഭവം പങ്കുവച്ച ശ്രീ ജയപ്രകാശ് A. അവർക്കും ശ്രീ സന്തോഷ് ബാബു KV അവർക്കും ഡോക്ടർ ശ്രീ ഗോപാലകൃഷ്ണൻ അവർക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അറിയിക്കുന്നു.
അടുത്തതായി ഗുരുവന്ദനം ആലപിച്ച കുമാരി മുക്ത സുരേഷിനും ഗുരുവാണി വായിച്ച ഭക്തചിത്തനും സ്വാഗത പ്രഭാഷണം നടത്തിയ കുമാരി ഭാഗ്യലക്ഷ്മി ആറിനും കോമ്പയറിംഗ് നടത്തിയ ശ്രീ സജിത് കുമാർ ജി സാറിനും ഈ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയ ആത്മബന്ധുക്കൾക്കും ഗുരുനാമത്തിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഈ സത്സംഗം പ്രാർത്ഥനയോടെ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കാം. അതിനായി ആദരണീയ സ്വാമി മംഗളാനന്ദൻ ജ്ഞാനതപസ്വിയെ ഏറെ ബഹുമാനത്തോടെ ഗുരുനാമത്തിൽ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. സദ്ഗുരുവേ ശരണം.